അതിലേ എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ കിട്ടി തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാവോ? എറണാകുളം മാർക്കറ്റിൽ പോയി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴാണ്. യൂഷ്വലി ഡിസംബർ തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ ഞാനിവിടെ പോവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു മോനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനെ കൊണ്ടുവരണമെങ്കിൽ ഡിസംബർ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. ആളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ സമാധാനമായിട്ട് അവനെയും കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മെത്ത ബസാറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്മസ് ഫുൾ ഓണാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ ആ ടൈമിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുന്ന ആ സ്ഥലം മുതലേ ഫുൾ കച്ചവടക്കാരായിരിക്കുള്ളൂ. കടകളായിട്ടും അല്ലാതെ ഇങ്ങനെ നടന്നു വെക്കുന്നവരായിട്ടൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടാവും. ഇപ്പോൾ ഇല്ലയെന്നല്ല, അത്രയും ആയിട്ടില്ല. സ്റ്റിൽ ആവശ്യത്തിനുള്ള നമുക്കിവിടെ കിട്ടാനുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് എല്ലാം നോക്കിയെടുക്കാനൊക്കെ ഡിസംബർ ആവും തോറും. അതുപോലെ ഡിസംബറിലും ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ആളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ ഒരു രസമാണ് കേട്ടോ ഇവിടെ കൂടി നടക്കാനും എല്ലാം കാണാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ വർഷത്തേലും ഡിഫറെൻ്റ് ആയിട്ട് പിൻട്രസ്റ്റ് വൈബായിട്ടുള്ള ഒത്തിരി സ്റ്റാച്യൂസും അതുപോലെ ടിഷ്യൂ ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉള്ള 1-2 ഷോപ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പ് മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് പണ്ടേ ഉള്ളതാണ്. പിന്നെ ക്രിസ്മസിൽ മാത്രമല്ല, അല്ലാത്ത ടൈമിൽ ഇവിടെ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ്. അല്ലാതെ വേറെ ഒരു 1-2 ഷോപ്പ് ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനത്തെ നല്ല കുട്ടി കുട്ടി ക്രിബ്സും അതുപോലെ ട്രീസും ഡെക്കറേറ്റീവ് ഐറ്റംസും സ്റ്റാർസും ലൈറ്റ്സും അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അധികം തിരക്കിലൊന്നും പെടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇപ്പോഴേ പോന്നോട്ടോ പർച്ചേസിന്.